അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ആമീൻ, പ്രാർത്ഥനയുടെ മുദ്ര എന്ന വിഷയം. സ്വഹാബികൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വഹാബത്ത് ഒരു യാത്ര പോവുകയാണ്. അതിനിടയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദുആ ചെയ്യുന്ന ഒരാളെ കണ്ടു. കൈയുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. നബി തങ്ങൾ ആ വ്യക്തിയുടെ അരികിൽ നിൽക്കുകയും ആ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔജബ ഇൻ ഖതമ, അയാൾ അവസാനിപ്പിച്ചാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന്. അന്നേരം സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു, ബി അയ്യി ശൈഇൻ യഖ്തിമു, എന്തുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കേണ്ടത്? പ്രാർത്ഥനയെ എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബി ആമീൻ, ആമീൻ കൊണ്ട് അവസാനിപ്പിച്ചാൽ, ആമീൻ കൊണ്ട് അയാളുടെ ദുആ അവസാനിപ്പിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗ നിർബന്ധമായിരിക്കുന്നു എന്ന്. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ആ വ്യക്തി ആ പ്രാർത്ഥിക്കുന്ന ആളുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന ആമീൻ കൊണ്ട് അവസാനിപ്പിക്കൂ എന്ന്. നാം ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദുആ അവസാനിപ്പിക്കേണ്ടത്, ആ ദുആഇൻ്റെ മുദ്ര, സീല് എന്നുള്ളത് ആമീൻ എന്നതാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ നീ ഉത്തരം ചെയ്യണേ അല്ലാ എന്ന്. അപ്പോൾ ആമീൻ പറയുന്നവൻ ദുആ ചെയ്യുന്നവനെ പോലെയാണ്, പ്രാർത്ഥിക്കുന്നവനെ പോലെയാണ് ആമീൻ പറയുന്നവനും. രണ്ടാൾക്കും തുല്യമായ പ്രതിഫലം കിട്ടും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ആമീൻ പറഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് ഖുർആനിൽ കാണാം, ഖദ് ഉജീബത് ദഅവതുകുമാ, തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാളുടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ദുആ ചെയ്യുന്നവനെ പോലെ തന്നെയാണ് ആമീൻ പറയുന്നവനും. നമ്മളൊരു പക്ഷെ ചിന്തിക്കും, ദീർഘമായ സമയം ഒരാൾ ദുആ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയുന്നു, അപ്പോൾ ഈ ആമീൻ പറയുന്നവർക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന്. ദുആ ചെയ്യുന്നവന് കിട്ടുന്നത് പോലെ തന്നെ ആമീൻ പറയുന്നവനും കിട്ടും. ആമീൻ പറയുക എന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. നീ ഉത്തരം ചെയ്യണേ അല്ലാ എന്നാണല്ലോ അതിൻ്റെ മാന. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞ സംഭവങ്ങളുണ്ട് ധാരാളം. ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കയറുന്ന നേരം 1ാമത്തെ പടി ചവിട്ടിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്യുകയാണ്. 1ഉം 2ഉം 3ഉം പടി ചവിട്ടുന്ന നേരം, മിമ്പറിൻ്റെ ഓരോ പടി ചവിട്ടുമ്പോഴും ജിബ്രീൽ വന്ന് ദുആ ചെയ്യുന്നുണ്ട്. 3 ദുആകൾ. ആ 3 ദുആക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുന്നുണ്ട്. അതിലൊരു ദുആ ഇങ്ങനെയാണ്, പരിശുദ്ധമായ റമദാൻ സമാഗതമാവുകയും എന്നിട്ട് പാപമോചിതനാവാതെ, നരകമോചിതനാവാതെ റമദാൻ കഴിഞ്ഞു പോവുകയും ചെയ്തവനാരോ അവന് നാശമുണ്ടാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ആമീൻ പറഞ്ഞു. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാരോ അവന് നാശമുണ്ടാവട്ടെ എന്ന്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറഞ്ഞു. മറ്റൊന്ന്, മാതാപിതാക്കൾ അവരുടെ കൂടെ ഉണ്ടാവുകയും എന്നിട്ട് സ്വർഗം നേടാതെ, പാപമോചിതരാവാതെ, ആ മാതാപിതാക്കൾ കാരണമായി സ്വർഗം നേടാതെ കഴിഞ്ഞു പോവുകയും ചെയ്തവരാരോ അവർക്ക് നാശമുണ്ടാവട്ടെ എന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ പുന്നാര നബി തങ്ങൾ ആമീൻ പറഞ്ഞ ധാരാളം സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ദുആ ചെയ്യുന്നവനെ പോലെ തന്നെയാണ് ആമീൻ പറയുന്നത്. ആമീൻ പറയുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലാ യജ്തമിഉ മലഉൻ ഫയദഉ ബഅ്ളുഹും വയുഅമ്മിനു സായിറുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അതിൽ ചിലർ ദുആ ചെയ്യുകയും ബാക്കിയുള്ളവരെല്ലാം ആമീൻ പറയുകയും ചെയ്താൽ അവർക്കുത്തരം നൽകിയിട്ടല്ലാതെ ഇല്ല. അപ്പോൾ ഒരുമിച്ചുകൂടി ദുആ ചെയ്ത് മറ്റുള്ളവരൊക്കെ ആമീൻ പറഞ്ഞ അങ്ങനെയുള്ള ദുആകൾക്ക് തീർച്ചയായും അള്ളാഹു ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വന്തം പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്കും ആമീൻ പറയുക എന്നുള്ളത് ദുആഇന് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. അതുപോലെ നമ്മുടെ ദുആഇന് അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ ഹളറതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലു ഖൈറാ,
നിങ്ങളൊരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു മയ്യത്തിൻ്റെ അരികിലേക്ക് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് മാത്രം പറയണം. കാരണം ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന്, നിങ്ങൾ ദുആ ചെയ്യുന്നതിന്, നിങ്ങൾ സംസാരിക്കുന്നതിന് മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ആമീൻ പറയുമല്ലോ, ഫാത്തിഹ ഓതുന്നതിന് ശേഷം ആ സമയത്തും മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയണം. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികതി, മലക്കുകളുടെ ആമീനിനോട് നിങ്ങളുടെ ആമീൻ യോജിച്ചു വന്നാൽ ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയലുണ്ട്. അപ്പോൾ ആ ആമീൻ ഇമാമിൻ്റെ ആമീനിനോട് യോജിച്ച നിലയിൽ മഅ്മൂമിൻ്റെ ആമീനും വന്നാൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ആമീൻ പറയാനുള്ള ഒരു അവസരങ്ങളും നഷ്ടപ്പെടുത്തരുത്, ഒഴിവാക്കരുത്. ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ കാണാം, നമ്മൾ മറ്റൊരാളുടെ ദുആയിന് ആമീൻ പറയുന്ന സമയം, ഈ ആമീൻ പറയുമ്പോൾ ആമീൻ എന്നതിൽ 4 അക്ഷരങ്ങളാണുള്ളത്. ആ 4 അക്ഷരങ്ങൾക്ക് പകരമായി അള്ളാഹു 4 മലക്കുകളെ സൃഷ്ടിക്കും. ആ 4 മലക്കുകളിലെ ഓരോ മലക്കും നിരന്തരം ദുആ ചെയ്യും. എന്താ ദുആ ചെയ്യുന്നറിയാം? അല്ലാഹുമ്മ ഗ്ഫിർ ലിമൻ യഖൂലു ആമീൻ, ആമീൻ പറഞ്ഞ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ഈ മലക്കുകൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആമീനും വെറുതെയാവൂല, ഒരു ആമീനും നഷ്ടമാവുകയില്ല. എത്രയോ ദിക്ർ ഹൽക്കയുടെ സദസ്സിൽ, സ്വലാത്ത് മജ്ലിസിൽ, മജ്ലിസുൻ നൂറിൻ്റെ സദസ്സിൽ, അതുപോലെ തന്നെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ, അതുപോലെ ഒരുപാട് പ്രാർത്ഥനാ സദസ്സുകളിൽ, അത് കല്യാണ വീടാവട്ടെ, മരണ വീടാവട്ടെ, മറ്റേത് സമയങ്ങളിലാവട്ടെ, കൂട്ടമായിട്ടുമല്ലാതെയും ദുആ ചെയ്യുമ്പോഴൊക്കെ ആമീൻ പറയുമ്പോൾ ഒരാമീനും വെറുതെയാവൂല, ഒരു ആമീനും നഷ്ടമാവൂല. ആ ആമീനൊക്കെ സ്വീകരിക്കപ്പെടും. ഒന്നിരിക്കെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും. അതല്ലെങ്കിൽ ആ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതുമല്ലെങ്കിൽ ആ ആമീൻ പറഞ്ഞതിൻ്റെ പ്രതിഫലം, ആ ദുആ ചെയ്തതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പ്രതിഫലം നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കപ്പെടും. ആ പരലോകത്തേക്ക് മാറ്റിവെക്കപ്പെടുന്ന ആ ഉത്തരം കിട്ടാത്ത ആമീനിൻ്റെ, ഉത്തരം കിട്ടാത്ത ദുആയിൻ്റെ പ്രതിഫലം പരലോകത്ത് വെച്ച് ഉത്തരം കിട്ടുമ്പോൾ, പരലോകത്ത് വെച്ച് അതിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ അത് ഈ ദുനിയാവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ എത്രയോ മധുരതരമായിരിക്കും. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്നവർ, ആമീൻ പറയുന്നവർ ഒരു നഷ്ടബോധവും വിചാരിക്കരുത്, ഒരു നഷ്ടവും ചിന്തിക്കരുത്. നഷ്ടമല്ല, ആമീൻ എന്നുള്ളത് ലാഭമാണ്. നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കപ്പെടാനുള്ള മുദ്രയാണ്, സീലാണ് ആമീൻ എന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.